എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സിംഗം എഗൈൻ എന്ന ഹിന്ദി മൂവിയുടേതാണ്. അജയ് ഗണിനോടൊപ്പം വമ്പൻ താരങ്ങൾ അഭിനയിച്ച ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് സിംഗം എഗൈൻ. ആമസോൺ പ്രൈമിലൂടെ 12-ാം തീയതി ഒഫീഷ്യൽ OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ ഒരു സിനിമയുടെ HD പ്രിന്റ് ഇപ്പോൾ ലീക്കാകപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഇന്നു മുതൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ബുൽബുലയ്യ 3 എന്ന ഹൊറർ ത്രില്ലർ ഹിന്ദി മൂവിയുടേതാണ്. കാർത്തിക് ആര്യൻ, വിദ്യാ ബാലൻ, മാധുരി ദീക്ഷിത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ബുൽബുലയ്യ 3. ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ ഒഫീഷ്യൽ OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ ഒരു സിനിമയുടെയും HD പ്രിന്റ് ഇപ്പോൾ ലീക്കാകപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഇന്നു മുതൽ അവൈലബിളുമാണ്. അടുത്ത അപ്ഡേറ്റ് കങ്കുവ എന്ന തമിഴ് സിനിമയുടേതാണ്. സൂര്യ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കങ്കുവ. ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വൻ ഡിസാസ്റ്ററായി മാറിയിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് കഥ ഇന്നുവരെ എന്ന ഒരു മലയാളം സിനിമയുടേതാണ്. ബിജു മേനോൻ, മേതിൽ ദേവിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ റൊമാന്റിക് ഡ്രാമ കാറ്റഗറിയിൽപ്പെട്ട മൂവിയാണ് കഥ ഇന്നുവരെ. തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിയിരിക്കുകയാണ്. ചിത്രം ഡിസംബർ മാസം 13-ാം തീയതി മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബൊഗൈൻവില്ല എന്ന മലയാളം സിനിമയുടേതാണ്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് ബൊഗൈൻവില്ല. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 13-ാം തീയതി സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് പഞ്ചായത്ത് ജെട്ടി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്ന് സംവിധാനം ചെയ്ത് അഭിനയിച്ച മലയാളം കോമഡി മൂവിയാണ് പഞ്ചായത്ത് ജെട്ടി. ഇപ്പോൾ ഈ ഒരു സിനിമ ക്രിസ്മസ് പ്രീമിയറായി ഏഷ്യാനെറ്റിൽ റിലീസ് ചെയ്തതിനു ശേഷം മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.